Welcome to Deals Kerala, US, Israel, Iran conflicts and Middle East tension updates. ചൈനയുടെ മുന്നറിയിപ്പ്. ഇറാനിൽ സർക്കാർ മാറ്റം ജനപിന്തുണയിൽ ലഭിക്കില്ല. US-ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടയിൽ ചൈന കടുത്ത പ്രതികരണം. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും വലിയ യുദ്ധസാഹചര്യം രൂപപ്പെടുമ്പോൾ ഇറാനിലെ സർക്കാരിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ചൈന ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ വിദേശ ശക്തികൾ റെജീം ചേഞ്ച് നടത്താൻ ശ്രമിച്ചാൽ അതിന് ജനപിന്തുണ ലഭിക്കില്ല എന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ മുന്നറിയിപ്പ്. ബീജിംഗിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച വാങ് യി പറഞ്ഞു, ഒരു ശക്തമായ മുഷ്ടിയുണ്ടെന്നതുകൊണ്ട് ശക്തമായ ന്യായവും ഉണ്ടാകില്ല. ലോകം വീണ്ടും കാടിന്റെ നിയമത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല. അദ്ദേഹം വ്യക്തമാക്കിയത് മറ്റൊരു കാര്യവുമാണ്. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സൈനിക ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം. സംഘർഷത്തിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളും ഉടൻ ചർച്ചാമേശയിലേക്ക് മടങ്ങണം എന്നതാണ് ചൈനയുടെ ആവശ്യം. 2026 ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിനെതിരെ വലിയ സൈനിക ആക്രമണം ആരംഭിച്ചു. ഓപ്പറേഷൻ ലയൺസ് റോർ എന്ന പേരിൽ നടത്തിയ ഈ ആക്രമണത്തിൽ തെഹ്റാൻ ഉൾപ്പെടെ നിരവധി നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടന്നു. ഈ ആക്രമണത്തിനിടയിൽ ഇറാനിന്റെ സുപ്രീം നേതാവായ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു. ഈ സംഭവത്തിന് പിന്നാലെ ഇറാനിൽ ഇടക്കാല നേതൃത്വ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റുന്ന തരത്തിലായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞത് ഇറാൻ അണുവായുധം വികസിപ്പിക്കുന്നത് തടയുകയാണ് പ്രധാന ലക്ഷ്യമെന്നാണ്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ സർക്കാർ മാറ്റം സംഭവിക്കണം എന്ന നിലപാടും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇറാനിലെ ജനങ്ങൾ നിലവിലെ ഭരണകൂടത്തിനെതിരെ എഴുന്നേൽക്കണം എന്നുപോലും ട്രംപ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധം 4 മുതൽ 5 വർഷം വരെ നീളാമെന്നും അമേരിക്കൻ ഭരണകൂടം സൂചിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾക്കു പിന്നാലെ ഇറാൻ നിരവധി തിരിച്ചടികൾ ആരംഭിച്ചു. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ ഇവയെല്ലാം ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തി. ബഹ്റൈനിലെ അമേരിക്കൻ 5th ഫ്ലീറ്റ് ആസ്ഥാനത്തേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പ്രതിഫലനം ഇപ്പോൾ ലെബനോൺ, ഗൾഫ് രാജ്യങ്ങൾ, ഇറാഖ് എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഇറാനിന്റെ പിന്തുണയുള്ള ആയുധ സംഘടനകൾ ഉൾപ്പെടെ പല ശക്തികളും ഈ സംഘർഷത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രാദേശിക യുദ്ധമുണ്ടാകുമോ എന്ന ആശങ്ക ലോകത്താകെ ഉയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചൈന ശക്തമായി രംഗത്തെത്തിയത്. ചൈന പറയുന്നത്, ഇറാന്റെ പരമാധികാരം മാനിക്കണം, വിദേശ ഇടപെടൽ അവസാനിപ്പിക്കണം, യുദ്ധം ഉടൻ നിർത്തണം, ചർച്ചകൾ മുഖേന പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നതാണ്. ഇറാനുമായി ചൈനയ്ക്ക് അടുത്ത സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധമുണ്ട്. ഇറാനിന്റെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ഭാഗം ചൈനയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടുതന്നെ ഈ യുദ്ധം ചൈനയുടെ താൽപ്പര്യങ്ങൾക്കും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഇറാനിന്റെ സൈനിക ശേഷി വലിയ തോതിൽ നശിപ്പിച്ചാലും ഭരണകൂടം ഉടൻ തകർന്നുപോകാൻ സാധ്യത കുറവാണ്. അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാനിന്റെ സൈനിക നേതാക്കൾ പറയുന്നത് രാജ്യം കുറഞ്ഞത് 6 മാസം വരെ യുദ്ധം തുടരാൻ തയ്യാറാണ് എന്നതാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനിനെതിരെയുള്ള ആക്രമണം ശക്തമാക്കുമ്പോൾ ചൈനയും മറ്റു രാജ്യങ്ങളും സംഭാഷണത്തിലൂടെയുള്ള പരിഹാരം ആവശ്യപ്പെടുകയാണ്. ഇറാനിലെ സർക്കാർ മാറ്റം ലക്ഷ്യമാക്കിയ നീക്കങ്ങൾ വിജയിക്കുമോ, അല്ലെങ്കിൽ ഈ സംഘർഷം ഒരു വലിയ പ്രാദേശിക യുദ്ധമായി മാറുമോ? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.